നമസ്കാരം. അങ്ങനെ നമ്മൾ കെയ്റോയിൽ എത്തിയിരിക്കുകയാണ്. ഈജിപ്തിൽ ആദ്യമായിട്ടൊരു മലയാളം പ്രോഗ്രാമുമായിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം രണ്ട് സുഹൃത്തുക്കളുണ്ട്. നമസ്കാരം. എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് കെയ്റോയിൽ എത്തുന്നത്. കെയ്റോ എയർപോർട്ട് വളരെ മനോഹരമാണ്. പിന്നെ ഫ്ലൈറ്റിലിരുന്ന് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഫ്ലൈറ്റിലിരുന്നപ്പോൾ തന്നെ ഒരു പിരമിഡ് കണ്ടു. അപ്പോൾ അത് ഏത് പിരമിഡാണെന്നൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ പിരമിഡ് കണ്ടു, അതിൻ്റെ ഷാഡോ ഒക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലാണ്. ഇനി പിരമിഡുകളൊക്കെ കാണാൻ പോവാണ്. ഇവിടെ ഓണം ആഘോഷിക്കാൻ പോവാണ്. ഈജിപ്തിൽ കെയ്റോ നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ കൂടെ നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കും. യെസ്, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസാദേട്ടൻ്റെ കൂടെ ഒരു യാത്ര സാധിച്ചു എന്നുള്ളതാണ് ഈ തരുണത്തിൽ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള കാര്യം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈജിപ്തിൽ കെയ്റോയിലെത്തിയ ഞങ്ങൾ അവിടെ ഓണം ആഘോഷിച്ചു. പെട്ടെന്ന് കണ്ടാൽ ഇത് കേരളമാണെന്ന് തോന്നും. നമ്മൾ പിരമിഡ് കാണാനായിട്ട് പോവാണ്. ഈജിപ്തിലെ നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. നമ്മുടെ ഷോ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. അപ്പൊ ഇന്നോട്ട് നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളിപ്പോ ഈജിപ്തിലാണ് സുഹൃത്തുക്കളെ ഞങ്ങളുള്ളത്. ഞങ്ങൾ പിരമിഡ് കാണാനും ഈജിപ്ഷ്യൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ മുഹമ്മദ് അലി മോസ്കിലാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈജിപ്റ്റ് നഗരത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. വളരെ രസകരമായ, വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും ഒരേ ടോണാണ്. നമ്മൾ ഗൾഫിലോ അമേരിക്കയിലോ അവിടെ ചെന്നാൽ അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ ചെന്നാൽ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഇവിടെ ഈജിപ്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു പ്രത്യേക വാം കളർ ടോണാണ്. 1830 ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മോസ്കിൻ്റെ പണി തീർന്നതായിട്ട് ചരിത്രം പറയുന്നത്. പൗരാണികമായ ആർക്കിടെക്ചറൽ ബ്യൂട്ടി, വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി നമ്മൾ എന്തായാലും വിസ്മയിപ്പിക്കും തീർച്ചയായും. ഇതുവരെ നമ്മൾ കണ്ടത് മുഹമ്മദ് അലി മോസ്കിൻ്റെ രസകരങ്ങളായ പുറം കാഴ്ചകളാണെങ്കിൽ ഇനി നമുക്ക് ആ മോസ്കിൻ്റെ അകത്തേക്ക് കടന്നില്ല. നമ്മൾ മോസ്കിൻ്റെ അകത്തേക്ക് കയറി. മോസ്കിൻ്റെ അകം എന്ന് പറഞ്ഞുകൂടാ, ഇത് മോസ്കിൻ്റെ ഒരു വരാന്ത മാത്രമാണ്. വളരെ ഭംഗിയായിട്ടാണ് ഇതിനകത്തുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടി. ഇതിൻ്റെ കൊത്തുപണികൾ, ഇതിൻ്റെ തൂണുകൾ. അങ്ങനെ ഞങ്ങളുടെ ടീം പിരമിഡ് കാണുവാനായിട്ട് പോവുകയാണ്.
ഞങ്ങളിപ്പോൾ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ പിരമിഡ് വളരെ അകലത്തിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ പിരമിഡ് വർഷങ്ങൾക്ക് ശേഷം ആ പിരമിഡിൻ്റെ മുമ്പിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ പിരമിഡൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണണമെന്നുള്ള. ഈ ലോകാത്ഭുതത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ കല്ലുകൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഓട്ടർഷ, വലിയൊരു ഓട്ടർഷയെക്കാളും വലിപ്പത്തിലുള്ള കല്ലുകളാണ് ഈ പാറക്കല്ലുകൾ. ഇത് എങ്ങനെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വെറുതെ ഇവിടെ എത്തുക മാത്രമല്ല, ആ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് എത്രയോ നിലയുടെ ഉയരത്തിലാണ് ഈ കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്നത്. ഇതിപ്പം വളരെ അകലെ കാണുന്ന ഒരു ചെറിയ കുഞ്ഞ് പിരമിഡാണ്. ഈ പിരമിഡ് നമ്മൾ നോക്കുമ്പോൾ പുറമേ ഒന്നും കാണുന്നില്ല. ഈ പിരമിഡിൻ്റെ അകത്തോട്ട് കടന്നു ചെന്നാൽ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് നാൾ കേട്ടിട്ടുണ്ട് പിരമിഡ് എന്ന്. പിന്നെ അകത്തോട്ട് കയറിയപ്പോഴാണ് It's good? Yes. How was the experience? It was so good. Yeah, okay. What's your name? Naviro. Naviro from Hungary. Hungary. Hey, good? Very good? very nice. Okay. Worth it. Okay. Okay. Good? Nice experience? Nice. Okay. ഇനി പ്രസാദേട്ടനാണ് ഫസ്റ്റ് പോകുന്നത്. ഞാൻ എപ്പോഴും ഫസ്റ്റാ പോകാറ് എവിടെ ചെന്നാലും. ഓക്കെ, ഇതൊരു ചൂളയാട്ടോ, ചൂള. ഇപ്പൊ തന്നെ വിയർക്കാൻ തുടങ്ങി. ഗുഡ് ഗുഡ്. ഓക്കെ, പ്രസാദേട്ടാ എടുക്കട്ടെ. ഫ്രം ഇന്ത്യ. ഓ, ഇതാണ് സംഭവം. ഇതാണ് സംഭവം. ഈ ഏണി വഴി വേണം ഇറങ്ങാൻ. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. മക്കളെ, വിയർത്ത് കുളിച്ചു പോകും. നല്ല ചൂടാണ്, ഇതിനുള്ളിൽ നല്ല ചൂടാണ്. ഓക്സിജൻ തന്നെ ഉണ്ടോ? ഇതാ വലിയൊരു പിരമിഡിന്റെ ഏറ്റവും അടിയിലെത്തിയിട്ടുണ്ട്. ഫോട്ടോ